നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മണലിപ്പുഴയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ കാർ ഒഴുകിപ്പോയി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ മണവാക്കര കാഴ്ചക്കടവിലാണ് അപകടം നടന്നത്. ചാവക്കാട് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന ഇലക്ട്രിക് കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ആലുവയിലെ സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയായ സിനാൻ കോളേജിലേക്ക് പോകും വഴിയാണ് അപകടം ഉണ്ടായത്. വളവുള്ള ഭാഗത്ത് വെച്ച് കാർ നിയന്ത്രണം വിട്ടതോടെ സിനാൻ വാഹനത്തിൽ നിന്ന് ഡോർ തുറന്ന് ചാടി ഇറങ്ങുകയായിരുന്നു. തുടർന്ന് തൊട്ടുപിറകെ വരികയായിരുന്ന യാത്രക്കാരുടെ സഹായത്തോടെ കാർ കയറുപയോഗിച്ച് കാർ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും കാർ പുഴയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പുതുക്കാട് അഗ്നിരക്ഷാസേന വാഹനം പുഴയിൽ നിന്ന് പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അളഗപ്പ നഗർ LP സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ ഷീല ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പഞ്ചായത്ത് അംഗം പ്രിൻസൺ തയ്യാലക്കൽ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജേഷ് പറ്റാളി എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപ ചിലവിലാണ് നിർമ്മാണം. അങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് അടിയന്തരമായി ഉദ്ഘാടന യോഗത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളുടെയും HMമാരെയും പ്രിൻസിപ്പാൾമാരെയും PT പ്രസിഡന്റുമാരെയും ജനപ്രതിനിധികളെയും KSEB ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയുമെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് എടുത്തു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരം അവസാനിപ്പിക്കാൻ ധാരണ. തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ C വിനോദ് കുമാറിന്റെ സാന്നിധ്യത്തിൽ നഴ്സസ് അസോസിയേഷൻ പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റും നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ ധാരണയായത്. സമരത്തിലേർപ്പെട്ട ജീവനക്കാർക്കെതിരെ യാതൊരുവിധ പ്രതികാര നടപടികളും സ്വീകരിക്കുകയില്ലെന്ന് സമ്മതിച്ച് മാനേജ്മെന്റും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്. എറണാകുളം റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ D സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയുടെ തുടർച്ചയായിരുന്നു ചൊവ്വാഴ്ചത്തെ അനുരഞ്ജന ചർച്ച. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TR രാജേഷും സന്നിഹിതനായിരുന്നു. സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ നഴ്സിംഗ് ജീവനക്കാരെയും ഈ മാസം 30-നകം ഘട്ടം ഘട്ടമായി അവർ മുൻപ് ജോലി ചെയ്തിരുന്ന സമാന വിഭാഗങ്ങളിലേക്ക് തിരിച്ചെടുക്കും. കരാർ വ്യവസ്ഥയിൽ നിയമിച്ചിട്ടുള്ള നഴ്സിംഗ് ജീവനക്കാരെ ആദ്യം 1 വർഷത്തേക്കും പിന്നീട് 3 വർഷത്തേക്കും തുടർന്ന് 5 വർഷത്തേക്കും നിയമിക്കുന്നതാണെന്ന് മാനേജ്മെന്റ് സമ്മതിച്ചു. ജനറൽ ഷിഫ്റ്റ് ഒഴികെ സ്ഥാപനത്തിലെ എല്ലാ നഴ്സിംഗ് ജീവനക്കാരുടെയും ഷിഫ്റ്റ് സമ്പ്രദായം 6-6-12 എന്ന രീതിയിൽ ക്രമീകരിക്കും. ശമ്പള വർധനവടക്കമുള്ള മറ്റ് തർക്ക വിഷയങ്ങളിൽ മാനേജ്മെന്റും യൂണിയനും തമ്മിൽ തൊഴിൽ വകുപ്പിന്റെ മധ്യസ്ഥതയിൽ തുടർ ചർച്ചകൾ നടത്തി രമ്യമായി പരിഹരിക്കുമെന്ന് ഇരു കക്ഷികളും സമ്മതിച്ചു. ചർച്ചയിൽ മാനേജ്മെന്റ് പ്രതിനിധികളായ ഡോക്ടർ ബെന്നി ജോസഫ് നിലയാങ്കാവിൽ, ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ, ജോഷി പാവിൽ, യൂണിയൻ പ്രതിനിധികളായ M ജാസ്മിൻ ഷാ, ലിജോ ജോസഫ് എന്നിവരും പങ്കെടുത്തു. പൊരുങ്ങൽകുത്ത് ഡാം, പവർ ഹൗസ്, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നിവിടങ്ങളിൽ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് സന്ദർശനം നടത്തി. പൊരുങ്ങൽകുത്ത് ഡാം പരിസരത്തുള്ള ഉപയോഗിക്കാത്ത ക്വാർട്ടേഴ്സുകൾ ടൂറിസം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുമോ എന്നും പൊരുങ്ങൽകുത്ത് ഡാമിന്റെ സംഭരണശേഷി സംബന്ധിച്ചും മന്ത്രി പരിശോധന നടത്തി. പൊരുങ്ങൽകുത്ത് ഡാമിലെ പവർ ഹൗസിൽ നിലവിൽ 24 മെഗാവാട്ട് ശേഷിയുള്ള ഒരു പവർ പ്ലാന്റാണ് പ്രവർത്തിക്കുന്നത്. ഇത് 48 മെഗാവാട്ട് ശേഷിയുള്ള പവർ പ്ലാന്റായി ഉയർത്തുന്നതിന്റെ സാധ്യതയും മന്ത്രി പരിശോധിച്ചു. കേരളത്തിന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും നിലവിൽ അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള പുഴകളിലെ വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിനായി പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇത് മറികടക്കാനായി പുതിയ സംരംഭങ്ങളും സംവിധാനങ്ങളും സാങ്കേതികതയും ഉപയോഗപ്പെടുത്തുമെന്നും ഡാം സന്ദർശനത്തിനു ശേഷം മന്ത്രി പറഞ്ഞു. MLA സനീഷ് കുമാർ ജോസഫ്, KCB ജനറേഷൻ വിഭാഗം ചീഫ് എഞ്ചിനീയർ G അനിൽകുമാർ, KCB ഡാം സൈറ്റ് ചീഫ് എഞ്ചിനീയർ ബിജു, പവർ ഹൗസ് നോഡൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീലേഖ, KCB സിവിൽ ഇലക്ട്രിക്കൽ ഉന്നതോദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഡാം സന്ദർശനത്തിന് ഉണ്ടായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില
സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,360 രൂപയും പവന് 1,06,880 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര രാപ്പാൾ നുച്ചിയിൽ മുരളി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉഷയാണ് ഭാര്യ. മിഥുൻ, നിതിൻ എന്നിവർ മക്കളും രമാദേവി മരുമകളുമാണ്. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് ആട്ടോക്കാരൻ പാപ്പു അന്തരിച്ചു. സംസ്കാരം പിന്നീട്. 74 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. ലില്ലിയാണ് ഭാര്യ. റോബിൻ, ലിക്സൺ എന്നിവർ മക്കളും സന്യ, പിൻസി എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് തെക്കിനിയത്ത് ചെറുവാൾക്കാരൻ പോൾസൺ ഭാര്യ അനിത അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. അനുമോദ്, ജിസ്, അലൻ എന്നിവർ മക്കളും നിത, ഷാം, സേവ്യർ, മരിയ ആന്റണി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.